ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നാളെ സ്റ്റേജ് 4 അവസാനഘട്ട 10th പ്രിലിംസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് പറയുകയാണ്. നാളെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഹോൾ ടിക്കറ്റ്, അതുപോലെ തന്നെ ഒറിജിനൽ ID കാർഡ്, പിന്നെ നമ്മളുടെ പേന, ഇത് ഇത്രയും നിങ്ങളുടെ കയ്യിൽ വേണം. വെള്ളം വേണ്ടവർക്ക് വെള്ളം എടുക്കാം, പക്ഷെ പ്ലെയിൻ കുപ്പി ആയിരിക്കണം. വേറൊന്നും നമ്മുടെ ഹോളിൽ അവൈലബിൾ അല്ല. വേറൊന്നും നമ്മൾ കയറ്റാനും പാടില്ല. പിന്നെ നമ്മൾ എക്സാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യത്തെ 2 ഘട്ടത്തെ അപേക്ഷിച്ച് തേർഡ് സ്റ്റേജ് നല്ല ഈസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിമ്പിൾ എക്സാംസ് ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും എന്ന പ്രതീക്ഷയിൽ പോകരുത്. കാര്യം പെട്ടെന്നൊരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ എക്സാം ഹാളിൽ വല്ലാതെ ബുദ്ധിമുട്ടും. അപ്പോൾ എക്സാമിന് നമ്മളുടെ ആ ഒരു ദിവസം എങ്ങനെയാണോ നമ്മൾ പെർഫോം ചെയ്യുന്നത് അതുപോലെ ഇരിക്കും. എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലോ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലോ കാര്യമില്ല. ആ സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കിടന്നുറങ്ങണം. അതുപോലെ നിങ്ങൾ നല്ല നല്ല കൂളായിട്ടിരിക്കണം, നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം. വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു 3 ഘട്ട സ്റ്റേജും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ആ ഒരു രീതിയിലുള്ള എക്സാംസ് ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇനി ടഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നോർമലൈസേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നല്ല കൂളായിട്ട് സമാധാനമായിട്ട് പോയി എക്സാം എഴുതുക. നല്ല രീതിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കാൻ പറ്റട്ടെ. അപ്പോൾ ഇന്ന് നിങ്ങൾ നേരത്തെ ഉറങ്ങാൻ ശ്രമിക്കുക. നാളെ നേരത്തെ തന്നെ നിങ്ങളുടെ ഹാളിൽ എത്താനും ശ്രമിക്കുക. കൃത്യമായ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ എടുത്തു വെക്കുക. അപ്പോൾ എല്ലാവരും നല്ല സമാധാനമായിട്ട് പോയി എക്സാം എഴുതണം. എക്സാം ഹാളിൽ കൂടുതൽ ഇങ്ങനെ ഹറിബറിയൊക്കെ കാണിച്ച് ഓവർ കോൺഫിഡൻറ്റും അതുപോലെ തന്നെ ഓവർ പേടിച്ചും നമ്മൾ എന്ത് ചെയ്യരുത്, എക്സാം കുളമാക്കരുത്. വലിയ കുഴപ്പമില്ലാത്ത ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് എഴുതുക. നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് അറിയാവുന്ന എഴുതി പോവുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ടഫ് ആണെങ്കിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാതിരിക്കുക. അങ്ങനെ നമുക്കറിയാം പല ക്വസ്റ്റ്യനിലും തെറ്റ് തന്നെ ഉണ്ട് അല്ലേ. ഫൈനൽ കീഴിലൊക്കെ എത്ര എണ്ണമാണ് എലിമിനേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ വേണം. മാത്സിലൊക്കെ ആൻസർ കിട്ടിയില്ലെങ്കിൽ അടുത്തതിലേക്ക് വേഗത്തിൽ പോകണം, പിന്നെ തിരിച്ചു വരണം. നിങ്ങൾക്ക് കിട്ടാത്തത് ഒന്നും കൂടെ നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. നിങ്ങളുടെ ദിവസമായി മാറട്ടെ നാളെ. ഇതൊരു പ്രിലിംസ് മാത്രമാണ്. അപ്പോൾ നമ്മുടെ മെയിൻ എക്സാമിന് നമുക്ക് നന്നായിട്ട് പഠിക്കുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് നാളത്തെ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്താൽ മാത്രമേ വരാൻ പോകുന്ന മെയിൻസ് നമുക്ക് എഴുതാനും പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് എഴുതുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ്. താങ്ക്